മണി 6 ആകാൻ പോകുന്നു. ട്രെയിൻ വരാറായല്ലോ, കുട്ടി കാത്തൊന്ന് വിഷമിക്കാവോ? ഇതാ നിന്നോട് പറഞ്ഞത് 5 മണിക്കെങ്കിലും എണീറ്റ് സ്റ്റാർട്ട് ആക്കണമെന്ന്. ഇപ്പൊ ശരിയാവും മുതലാളി. അല്ല, നമ്മൾ ചൂടായൊരു പഹൻ ചൂടാവുന്നില്ലല്ലോ. ഓ, കുറെ നേരമായാലും ഈ ശവപ്പെട്ടി കിടന്ന് മുരളണേ. കൊച്ചു വെളുപ്പാങ്കാലത്ത് മഞ്ഞും കൊണ്ട് ഈ കിഴവൻ എങ്ങോട്ടാ ഈ യാത്ര? ആഹാ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ആ കിളവന്റെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന പേരക്കുട്ടിയില്ലേ? ഓ, മേരിയുടെ മകള്. ആ, അത് ഇന്ന് രാവിലത്തെ വണ്ടിക്ക് ഇവിടെ എത്തും. ഓഹോ, ആർക്കായി കാപ്പി? നിങ്ങക്ക്. എന്നാ പിന്നെ തന്നൂടെ. ആ, നീ മേരിയെ കണ്ടിട്ടുണ്ടോ? ഞാനൊന്നും കണ്ടിട്ടില്ലേ. മേരിയും ഞാനും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. മേരി ഒരു ചരക്കായിരുന്നു. ഓ, അയൽവക്കത്ത് ഒരാളുണ്ടായിട്ടാണോ നിങ്ങൾ എന്റെ പുറകെ നടന്നത്? നീ വിശ്വസുന്ദരിയല്ലേ? പിന്നെ ആ വരുന്ന കുട്ടി ഈ വർഷത്തെ മിസ് കേരള അത്രേ. മിസ് കേരള? ആ, കേരളത്തിന്റെ സൗന്ദര്യ റാണി ഇന്ന് ഈ ഹൗസിംഗ് കോളനിയിൽ എത്തുന്നു. നീ വാളെടുത്ത് കിടന്നോ? ആ. കാമുകിയുടെ വിവാഹം കഴിഞ്ഞു. നിരാശനായ കാമുകൻ മദ്യത്തിന് അടിമയായി തീരുന്നു. പ്രതികാരവും നിരാശയും അയാളെ ഒരു സ്ത്രീ വിദ്വേഷിയാക്കി മാറ്റുന്നു. ഇനി എന്താ? മിസ് കേരള. മിസ് കേരള ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു. അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവർ 1 അല്ല 2 അല്ല 1000 പേർ. കൂട്ടത്തിൽ അവനും. അതിന് നമ്മുടെ നായകൻ സ്ത്രീ വിദ്വേഷിയായി കഴിഞ്ഞില്ലേ? എന്റെ ഏലി, ഇതൊരു പുതിയ കഥയാണ്. യുവതി യുവാക്കളെ രോമാഞ്ചം കൊള്ളിക്കുന്ന വികാരസാന്ദ്രമായ ഒരു പ്രണയ കഥ. മിസ്. ഹലോ ഹലോ, കിളവനാ, ചോദിക്കേ. ഹലോ, 40587. അതെ. ഐ വാണ്ട് മിസ് കേരള പ്രിൻസി ജോൺ. എന്ത്? ഒന്നുകൂടെ ഉറക്കം പറയൂ. ഐ വാണ്ട് മിസ് കേരള പ്രിൻസി ജോൺ. ആരാ സംസാരിക്കുന്നത്? മിസ്റ്റർ കേരള. ഓ, ഇപ്പൊ കൊടുക്കാം. ആ മോളെ, ദേ ഏതോ ഒരു മിസ്റ്റർ കേരളം വിളിക്കുന്നു. ഹലോ, ആരാ സംസാരിക്കുന്നത്? മിസ് കേരള പ്രിൻസി ജോൺ അല്ലേ? അതെ, നിങ്ങളാരാ? കേരളത്തിന്റെ സൗന്ദര്യ റാണിക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുവാൻ കാത്തിരിക്കുന്ന ഈ ഹൗസിംഗ് കോളനിയിലെ യുവാക്കളുടെ പ്രതിനിധി. ഇവിടുത്തെ യുവാക്കളുടെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ ഞങ്ങൾ ഓരോരുത്തരായി അനുമോദനങ്ങൾ അർപ്പിക്കാം. ഐ ലവ് യു. 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 ഹലോ. ഹലോ. ഈ അനുമോദനങ്ങൾക്കൊക്കെ ഞാൻ നന്ദി പറയണ്ടേ? അതിനു മുൻപായി നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. എന്താ പേര്? അതൊക്കെ പിന്നീട് പറയാം. ഞങ്ങളെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം നെഹ്റു പാർക്കിൽ വരിക. പാർക്കിലോ? അത് വേണ്ട, മറ്റെവിടെയെങ്കിലും ആവാം. എങ്കിൽ ബീച്ചിലാവാം. ഓ, അതും വേണ്ട. നാളെ ഫാഷൻ പരേഡിന് വരാൻ പറ. നാളെ 4 മണിക്ക് സെന്റോർ ഹോട്ടലിൽ ഫാഷൻ പരേഡ് ഉണ്ട്. അവിടെ വെച്ചാവാം. ഓക്കെ. ആ, പിന്നൊരു കാര്യം, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും ധരിച്ചിരിക്കണം. ഓക്കെ? ഓക്കെ. ബൈ. ഹലോ. 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 എന്ത് മധുരമായ ശബ്ദം. വാട്ട് എ സ്വീറ്റ് നോയ്സ്. ഓ, മിസ്റ്റർ കേരളയാണല്ലേ? മിസ്റ്റർ കേരള അല്ല, പക്ഷെ നല്ല ബോഡി ബ്യൂട്ടി ഉള്ള ഒരാളാണ്. ബേസിക്കലി ഞാനൊരു ലവറാണ്. ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. ചാരിത്രം പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ. ഓഹോ, ഇത് മറ്റൊരു പാർട്ടിയാണ്. എന്താ പേര്? എവിടെയാ വീട്? എല്ലാം പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയണം. എന്റെ ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ച് എന്നെ ഇഷ്ടമായോ? ഇത്രയും കേട്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടായി.
ഹലോ 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 കട്ടായി. ഹലോ 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 10 വയസ്സ്. ഐ ലവ് യു. ഹലോ ഹലോ എക്സ്ക്യൂസ് മീ. യെസ്. മറ്റു റൂമിൽ നിന്ന് സംസാരിച്ച ഈ ഫോണിൽ കേൾക്കുമോ? നോ. ഇവിടെ വേറെ ഫോണുണ്ടോ? ഇല്ല. ശരി. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞ? ചേച്ചി ഒന്നും മാറി. ഇത് ഒരു അർജന്റ് കേസാണ്. പ്ലീസ്. എന്ത് അർജന്റ് ആയാലും ഒരു രക്ഷയില്ല. ഒരു ഭ്രാന്തൻ രാവിലെ കയറിയതാ. ഭ്രാന്തൻ എന്തിനാ ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്നത്? മാറി. ഹലോ ഹലോ, ആന എന്റെ അകത്തിരുന്ന് ഉറങ്ങിയ? ഒന്ന് തുറക്കണോ? ഒന്ന് തുറക്കണം മിസ്റ്റർ. ആ ഗേൾസ് ഹൈസ്കൂളിൽ ആരോ ബോംബ് വെച്ചിരിക്കുന്നു. അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. ബോംബ് ബോംബ്. എടുക്കടാ. അടുക്കളപ്പണി. അമ്മച്ചി, എനിക്കൊരു ജോലിയില്ല. തിരിച്ചു നോക്കടാ. ഒരു പ്രാവിരിക്കുന്നു. എവിടെ? ദേ ആ വീടിന്റെ മുകളിൽ. ആ ചേച്ചി, ചേച്ചി, ആ പ്രാവിനെ ഒന്ന് എടുത്തു തരുമോ? ചേച്ചിമാരെ, ചേച്ചി, ഹലോ. എടി അതാരാ നോക്കി പിടിച്ചേ. ഹായ് മീശയുള്ള ചേച്ചിമാരെ, ആ പ്രാവിനെ ഒന്ന് എടുത്തു തരുമോ? സോറി ബ്രദേഴ്സ്, ഈ വേഷത്തിൽ നിന്നാൽ അവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ. അതെടാ, നിന്റെ ഉപദേശം കേട്ടാ എന്നും ഇത് തന്നെയാണ് തകരാറ്. എനിക്ക് അപ്പോഴേ തോന്നി സംഭവം കുളവാകുന്നു. സോറി ചേട്ടാ. അമ്മച്ചി, ഇതെന്താ ഈ കോലത്തിൽ? ഇനി നിങ്ങൾ പെണ്ണാകാൻ പോവാണോ? ഇനി അതാ നല്ലത്. ഞങ്ങളുടെ മാനം പോയി, എല്ലാം തകർന്നു. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതാ? പ്രായപൂർത്തിയായി ഞങ്ങൾ അടുക്കളപ്പണി എടുക്കുന്ന കണ്ടിട്ട് അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ നോക്കി ചിരിക്കുന്നു. അത്രേ ഉള്ളോ? അമ്മച്ചിക്ക് നിസ്സാരം. ഇതേ ഞങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാ. എനിക്ക് പെമ്മക്കളില്ലെന്ന് എല്ലാവർക്കും അറിയാം. സുഖമില്ലാത്ത എന്നെ ആ മക്കൾ സഹായിക്കുന്നു. അതിലിപ്പോ എന്താ അത്ര തെറ്റ്? എന്നാലും അമ്മച്ചി, മറ്റുള്ള ഗേൾസ് കാണുമ്പോ അമ്മച്ചി നമുക്കൊരു ജോലിക്കാരി വെക്കാമോ? അതിനെന്താ, വെക്കാലോ. സത്യമായിട്ടും വെക്കാമോ? എനിക്ക് ഒരു തടസ്സമില്ല. പിന്നെ ഒരു കാര്യം, പ്രതിമാസം 200 രൂപ വീതം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കണം. പള്ളിപ്പാട്ട് പാടിയിട്ട് മാസം 200 രൂപയോ? എന്താ, പള്ളിപ്പാട്ട് മാത്രമേ പാടുള്ളൂ എന്ന് നിർബന്ധം വല്ലതുണ്ടോ? വേറെ ജോലിക്കും പോവല്ലോ. ഗാനഭൂഷണം പാസ്സായി ഞങ്ങൾ പാടാനല്ലാതെ പിന്നെ ചുമടെടുക്കാൻ പോണെന്നാ? എന്റെ പെൻഷൻ കൊണ്ട് ജീവിക്കാനാണെങ്കിൽ ഇതേ പറ്റൂ. അമ്മച്ചി, എങ്കിൽ വേറൊരു ഐഡിയ. അതെന്താ? ഞങ്ങളിൽ ഒരാൾ വിവാഹം കഴിക്കാം. മാരേജ്. എനിക്ക് യാതൊരു വിരോധവും ഇല്ല. സത്യമായിട്ട് വിരോധമില്ലേ? 100 വട്ടം സമ്മതം. അല്ല അമ്മച്ചി, അപ്പൊ ചേട്ടന്റെ അല്ലേ ആദ്യം നടത്തേണ്ടത്? അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങളുടെ 3 പേരുടെയും ഒന്നിച്ച് നടത്തണമെങ്കിൽ അതും ആവാം. പക്ഷെ ഒരു കണ്ടീഷൻ, മാസം 500 രൂപ വീതം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കണം. മാസം 500 രൂപയോ? അപ്പൊ 500 രൂപ അമ്മച്ചിക്ക് തരാവുന്ന കാലത്തെ ഞങ്ങൾക്ക് വിവാഹമുള്ളൂ. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിവാഹം കഴിച്ചു തരാം. എന്റെ പെൻഷനും നോക്കിയിരിക്കുന്ന ഞാനൊന്നും പറയുന്നില്ല.
ഇവിടുത്തെ ഫാദർ I am Father Samuel Padamada. Boys, then what you want? പള്ളിയിൽ ആദ്യമായി വന്നപ്പോ ഫാദറിനെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. Oh, great pleasure. വരൂ. ഇറ്റലിയെ ലോകസുന്ദരിയാക്കുന്ന മനോഹരമായ പൂങ്കാവനങ്ങൾ, പച്ചപ്പരവതാനികളൊക്കെ പടർന്നു കിടക്കുന്ന പുൽമേടുകൾ, ചലനമറ്റ മണൽത്തിരികളെ പോലും കോരിത്തിരിപ്പിക്കുന്ന ഇറ്റലിയുടെ സംഗീതം. സ്വർഗമാണവിടം, സ്വർഗം. വരട്ടെ ഫാദർ. എല്ലാം ഒരേ വണ്ടിയാണല്ലോ. ഇതിലാരാ മിസ് കേരള? നീയാ? യോ നിക്ക്. ഇതിലാരാ മേരിയുടെ മോള്? പറയണ്ട പറയണ്ട പറയണ്ട, ഞാൻ പറയാം. കുട്ടിയല്ലേ? അല്ല. കുട്ടിയല്ലേ? അല്ല. കുട്ടിയല്ലേ? അല്ല. കുട്ടിയല്ലേ? അതെ. ഞാൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ കുട്ടിയാണെന്ന്. ഞാൻ കുട്ടിയുടെ അമ്മച്ചിയുടെ ക്ലാസ്മേറ്റാ. അതെയോ? എന്താ പേര്? പൈലി. നോവലിസ്റ്റ് പൈലി. പൈങ്കിളിയാണോ? അല്ല, ആൺകിളിയടി. ഇത് കുട്ടിയുടെ കൂട്ടുകാരിയാ. എവിടെയാ വീട്? പാലമറ്റത്ത് ഔസേപ്പേട്ടൻ അറിയോ? അതിന്റെ അപ്പൂപ്പനാ? ആ അപ്പൂപ്പന്റെ വീടിന്റെ തൊട്ട് മുന്നിലാ ഈ നോവലിസ്റ്റിന്റെ വീട്. ആളൊരു ജില്ലാണല്ലോ. എന്താ പറഞ്ഞ ജില്ല? ജില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താന്ന് കുട്ടിക്കറിയോ? ജില്ലെന്ന് പറഞ്ഞ ചെകുത്താൻ. കുട്ടിയുടെ വീട്ടിലെ അപ്പനെ അമ്മേനെയൊക്കെ ജില്ലെന്നാ വിളിക്ക. ആ മോളെ, ഈ നരയങ്ങളുടെ കൂട്ടുകെട്ട് നിനക്ക് അത്ര നല്ലതല്ല. ആ പിന്നെ അമ്മച്ചിയോട് ഈ നോവലിസ്റ്റിന്റെ അന്വേഷണം പറയണം. ഞാൻ ഫാദർ ഇറ്റലിയെ കണ്ടിട്ട് വരാം. സൂക്ഷിച്ചു പോണേട്ടോ. അവിടെ ഒരു കുപ്പി പൊട്ടിക്കിടപ്പുണ്ട്. അതിന്റെ ചില്ല് കാലി കൊള്ളണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. വേദന ഉണ്ടോ നിനക്ക്? ഒരു കാര്യം. എന്താ പ്രശ്നം? കാര്യം
ഒന്ന് പതുക്കെ വെക്കടാ. എന്നാലും എന്റെ മിസ് കേരളേ ഇത്രയ്ക്ക് വേണ്ടിയില്ലായിരുന്നു. ആണുങ്ങളോട് കളിച്ചതിന്റെ ഫലം അവൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. അതെ അതെ, പെണ്ണുങ്ങളോട് കളിച്ചതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി അനുഭവിക്കാനും ഞാനില്ല, അനുഭവിപ്പിക്കാനും ഞാനില്ല. മതിയായേ. നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നാലും എന്റെ മിസ് കേരളേ, നീ ഒരു സുന്ദരി മാത്രമല്ല, ഒരു ബുദ്ധിജീവിയും കൂടെ ആണേ. ഓ, നീ ഒരു ബുദ്ധിജീവല്ലേ? പോയി പൂച്ചൻ നൽകി അവളെ പ്രേമിച്ചോടാ. എന്റെ ഭാവി പരിപാടിയെല്ലാം നീ എത്ര കറക്റ്റ് ആയിട്ട് പറയുന്നു. ഞാൻ അവളെ പ്രേമിക്കും. അയ്യോ, അവൾ എന്നെയും പ്രേമിക്കും. ഞങ്ങളുടെ കല്യാണത്തിന് നീയൊക്കെ വന്ന് ബ്യാഷ ഉണ്ടിട്ട് പോവുകയും ചെയ്യും. വാ.
നിങ്ങളുടെ ഒടുക്കത്തൊരു പ്രേമം. നാണമില്ലാത്ത മനുഷ്യ. ഇവിടെ ഒരു പെങ്കുച്ചുണ്ടെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. കല്യാണം കഴിക്കാറായ 3 മക്കളുള്ള തള്ളച്ചി പഴയ കാമന് നോക്കി ശൃംഗരിക്കാൻ നിൽക്കണു. നീ ഒന്ന് പതുക്കെ പറയാതെ, കുട്ടികൾ വരുന്നു. ഓ, നാണമുള്ള ഒരു അപ്പൂപ്പൻ. അപ്പൂപ്പൻ ഞങ്ങൾ പോവാണ്. ഇനിയും ഇതുപോലെ ഇടയ്ക്കൊക്കെ വരണം. അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? ഇവളെ കാണാൻ തോന്നി ഉടനെ ഞങ്ങൾ ഇവിടെ എത്തും. പിന്നൊരു കാര്യം, ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ 4 പേരും കൂടി എന്റെ വീട്ടിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൂപ്പൻ പ്രിൻസി പറഞ്ഞേക്കണം. ഈ ക്രിസ്മസ് ഞങ്ങൾ ഒന്ന് ആഘോഷിക്കണമെന്ന് കരുതിയതാ. നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ എതിരൊന്നും പറയുന്നില്ല. ശരി, വരട്ടെ അപ്പൂപ്പ. അമ്മമ്മേ, അപ്പോ ഇനി ക്രിസ്മസിന് കാണാം. ഓക്കെ. നല്ല മിടുക്കി പെൺകുട്ടികൾ. വാ മനുഷ്യ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. വെറുതെ ചിരിക്കുന്ന പ്രാന്തന്മാരല്ലേ? എന്താ സുലൈമാനിക്കയ്ക്ക് ഭ്രാന്തുണ്ടോ? ഇപ്പൊ ഭ്രാന്തില്ല, ഇനി കുറെ കഴിയുമ്പോ വരുമെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ ചിരിച്ചതിന്റെ കാര്യം പറ. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. ആ നിൽക്കുന്ന റോസി ചേച്ചി ഒന്ന് ഇങ്ങോട്ട് നോക്കിയാലും അപ്പൂപ്പൻ ഒന്ന് അങ്ങോട്ട് നോക്കിയാലും ഇവിടെ ഒരു യുദ്ധം നടക്കും. അപ്പൂപ്പന് വയസ്സായിട്ടും ഈ അമ്മൂമ്മയുടെ ഒരു സംശയം. പക്ഷേ അതിലൊരു കുഴഞ്ഞ പ്രശ്നം കിടപ്പുണ്ട് മോളെ. അതെന്താ? റോസി ചേച്ചി അപ്പൂപ്പന്റെ ഒരു പഴയ ലൈനാ. പഴയ ഓർമ്മ വരുമ്പോ റോസി ചേച്ചി ഒരു പാട്ട് പാടും. അത് കേൾക്കുമ്പോ ഇവിടുത്തെ അമ്മൂമ്മക്ക് കരി കയറും. പിന്നെ പാട്ടിനേക്കാൾ ഒച്ചത്തിലൊരു പ്രസംഗ. അത് കേക്കണ്ടേ തന്നെ. റോസി ചേട്ടത്തി നന്നായി പാടുവോ? നല്ല ചോദ്യം. പാടുമെന്നോ? പാട്ടിന് ഡിഗ്രി എടുത്ത ആളാ. ഞാൻ കുടുങ്ങി പോണ്ടതല്ലേ. പടച്ചോ കാത്തതാ. അമ്മച്ചി, എന്നെ മനസ്സിലായോ? മേരിയുടെ മോളല്ലേ? ആ, വേറൊരു പെൺകുട്ടി ഇവിടെ വരാനില്ലല്ലോ. എന്റെ മക്കളാണ്. 3 പേരും ഗാനഭൂഷൺ പാസ്സായിരിക്കുന്നു. അമ്മച്ചി നല്ലൊരു പാട്ടുകാരിയാണെന്ന് അറിഞ്ഞു. ആര് പറഞ്ഞു? അപ്പൂപ്പൻ പറഞ്ഞു. അടുത്ത വീട്ടിൽ അമ്മച്ചി പാട്ടുകാരിയാണെന്നും നല്ല സ്നേഹമുള്ളവരാണെന്നും. ഇടയ്ക്ക് പാടാറുള്ള ആ പാട്ട് ഇന്ന് രാത്രണം എനിക്ക് കേൾക്കാനാ. വരട്ടെ. മാലാഖമാരുടെ പൊന്നാട ചൂടുന്ന ഹേമന്തരാവുകളെ, സ്നേഹദൂതന്മാർ പൂഞ്ചിറകരുളിയ കുഞ്ഞരിപ്രാവുകളെ, ഞങ്ങൾ കൈകോർത്തു പാടിയ ക്രിസ്തുമസ് ഗീതത്തിൻ മധുരമഞ്ജിമയോർമ്മയുണ്ടോ? മധുരമഞ്ജിമയോർമ്മയുണ്ടോ? ഇരുമനസ്സമ്മതം ഒരു മനസ്സാക്ഷിയായി ഒരു കുടക്കീഴിൽ നിന്നോ ശാനവായി ഒരു പാനപാത്രം പങ്കിട്ടു തീർപ്പുര അപ്പൂപ്പ, നല്ല പാട്ടല്ലേ? ആരായി പാടുന്നത്? പാട്ട് കൂത്തും കേൾക്കാതെ വല്ലതും കഴിക്കാൻ നോക്ക്. ഈ അമ്മൂമ്മയ്ക്ക് ഒരു സംഗീതബോധമില്ല അല്ലേ അപ്പൂപ്പ? അവള് മാനന്തവാടി കാട്ട് കൃത്യാനി. എന്താ പറഞ്ഞേ? ഞാനിപ്പോ കാട്ടുജാതികാരിയായി അല്ലേ? അതിപ്പോ തോന്നാൻ എന്താ കാരണം? അതെനിക്കിപ്പ അറിയണം.
താനി നാനി നാനി തനെ താനി നാനി നാനി താനി നാനെ തനന തനി നാനി നീലാംബരി 1 2 3 4 കുരിശ് ചുമക്കണ കർത്താവേ നിന്റെ കുരിശിന്റെ വഴിയൊന്ന് കാട്ടൂലേ കയ്യിൽ എന്താണ് എയ്യാന്നല്ല വെന്തിങ്ങയല്ലേ മാതാവേ കുരിശ് ചുമക്കണ കർത്താവേ നിന്റെ കുരിശിന്റെ വഴിയൊന്ന് കാട്ടൂലേ കയ്യിൽ എന്താണ് എയ്യാന്നല്ല വെന്തിങ്ങയല്ലേ മാതാവേ യൂസ്ലെസ് ഫെല്ലോ. അത് ശരി. സംഗീത ലോകം തന്നെ മാറിയിട്ടും തനിക്കൊരു മാറ്റവും സംഭവിച്ചില്ലല്ലോ. ഫാദർ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിലാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് നിർത്തണം. വേണ്ടല്ലേ? വേണ്ട. എന്നാ പുതിയ വീഞ്ഞ് പഴയ കാലിക്കുപ്പിൽ പറയുന്നത് അനുസരിച്ചാൽ മതി. സംഗീതത്തിൽ പുതുമകൾ കണ്ടെത്തണം. ബുദ്ധിമുട്ടാണെങ്കിൽ വെസ്റ്റേൺ ട്യൂണുകളെ മോഷ്ടിക്കാം. അല്ല, പള്ളി പരിപാടി ആകുമ്പോ പള്ളിപ്പാട്ടിന്റെ ഒരു ചായ വേണ്ടാച്ചോ? താനെന്നെ പഠിപ്പിക്കുകയാണോ? അല്ല, ഒരു സംശയം ചോദിച്ചതാച്ചാ. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതെല്ലാം മാറ്റാനായി ഇറങ്ങിത്തിരിച്ചവനാണ് ഞാൻ. ക്രിസ്തുമസ് ആഘോഷം ക്രിസ്ത്യാനികളെ മാത്രമാകാൻ പാടില്ല. അത് സമൂഹത്തിന്റെ തന്നെ ഒരു പരിപാടിയാക്കി മാറ്റണം. അതിന്റെ ഉദ്ദേശം തനിക്ക് മനസ്സിലായോ? ഉദ്ദേശം മനസ്സിലായെങ്കിലും ചുരുക്കം മനസ്സിലാക്കിയാ പോരെ. ഇത് മൊത്തത്തിൽ ഒന്ന് വ്യസനാക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ. ഞാൻ ഇന്നലെ തന്നാ നോട്ട്സ് എടുത്തേ. നോട്ട്സ് എടുക്കാൻ പറഞ്ഞു. എന്റെ മാനം കളയരുത്. 1 2 3 അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താനിയായുള്ളത് കർത്താവേ യേശുനാഥം, കർത്താവേ യേശുനാഥം, കർത്താവേ യേശുനാഥം, 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 യേശുനാഥം. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു. ഞാൻ വിചാരിച്ച പോലെയല്ല, തനിക്ക് വിവരമുണ്ട്. എനിക്കൊരാൾ കൂടെയുള്ളപ്പോൾ ട്യൂൺ ചെയ്യാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ടാ. ഏത് കാര്യത്തിലും മുൻപരിചയം ഉള്ളവരുടെ ഉപദേശം തേടുന്നത് നല്ലതല്ലേ ചേട്ടാ? തീർച്ചയായും. എന്താ, നിനക്ക് വല്ല സംശയമുണ്ടോ? അല്ല, ചേട്ടൻ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? വെറും പ്രേമല്ല, കോളിളക്കം സൃഷ്ടിച്ച പ്രേമം. അകമ്പാടം ഗ്രാമത്തിലെ യുവാക്കളുടെ സ്വപ്നമായിരുന്ന സുന്ദരിയായ ഏലിയാമ്മയെ വെറുമൊരു നോവലിലൂടെ ഞാൻ സ്വന്തമാക്കിയപ്പോൾ ഞെട്ടിയ പ്രമുഖരിൽ ഈ നോവലിസ്റ്റ് പൈലിയുമുണ്ടായിരുന്നു. അപ്പോ പ്രേമത്തിന്റെ കുറുക്കുവഴികളെല്ലാം ആ നോവലിലായിരിക്കും അല്ലേ? ആ കുറുക്കുവഴികളെല്ലാം എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര കാലായി? കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ അല്ലേ? ഓ, ഈ ചേട്ടനൊരു വിദഗ്ധൻ തന്നെ. മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റൂട്ടാ, കാമപ്രാന്ത. സോറി. റൊമാൻറ്റിക് മൂഡ് വരണമെങ്കിൽ എനിക്കൊന്നും മിനുങ്ങണം. എന്താ, വിരോധമൊന്നുമില്ലല്ലോ? എന്ത് വിരോധം? ഒരു വിരോധമില്ല. പ്രണയ സാഫല്യത്തിന് വേണ്ടി ഇതൊന്നൊരു പ്രശ്നമാവില്ലെന്ന് എനിക്കറിയാം. എന്താ, പോവാ. വിടറ. അയ്യ, എന്തായി കാണിക്കുന്നത്? എനിക്ക് മൂത്രം മുളന്ന്. ആളുകൾ നോക്കുന്നു. ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് നോക്കണേ. നിനക്കിപ്പോ എന്താ വേണ്ടേ? അവള് നിന്നെ പ്രേമിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. എന്റെ പൊന്നി ചേട്ടാ, ഒന്ന് പതുക്കെ പറ, ആളുകൾ കേൾക്കും. ആളുകൾ കേൾക്കണടാ, ഈ നാട് മുഴുവൻ അറിയട്ടെ. എന്താ, പ്രേമം വല്ല നാട്ടമുള്ള വസ്തുവാണ്? അതല്ല ചേട്ടാ, നമ്മുടെ രഹസ്യം എന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നത്? ഇതിലെന്താടാ രഹസ്യം? ഔറംഗസീബ് ഷാജഹാനായിട്ട് പ്രേമായിരുന്നില്ലേ? ഇല്ല. ടോൾസ്റ്റോയ് ഷേക്സ്പിയർ ആയിട്ട് നാട്ടിൽ മുഴുവൻ പാട്ടായില്ലേ? ഫ്രാൻസിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? ഇല്ലേ? എന്നിട്ട് അത് മൂടി വയ്ക്കാൻ നോക്കിയില്ലേ പലരും? ചാരായ എന്ന ചേട്ടൻ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രേമിക്കുന്നവന്റെ ഹൃദയം പഞ്ഞു പോലെയാടാ. നിനക്ക് അവളെ വലിയ ഇഷ്ടാണല്ലേ? ചേട്ടൻ റൊമാൻറ്റിക് മൂഡായോ? എന്നാ എനിക്ക് ഒരു മാർഗം പറഞ്ഞ. നിനക്ക് ബോക്സിംഗ് അറിയോ? എങ്ങനെ അറിയാം? ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ചേട്ടാ, ചേട്ടാ പോലെ പ്രേമിക്കുന്ന എന്തിനാ ചേട്ടാ ബോക്സിംഗ്? ഗ്ലാമർ പോരെ? നീ സുന്ദരനൊക്കെയാ, അത് ഞാൻ സമ്മതിച്ചു. എടാ, മിസ് കേരളയെ പ്രേമിക്കണമെങ്കിൽ എന്നെപ്പോലെ ഇത്തിരി ബോഡിയും ശക്തിയൊക്കെ വേണം. പൊക്കം കുറവാണ്, അത് ഞാൻ സമ്മതിച്ചു. അതൊക്കെ പോട്ടെ, നിനക്ക് ബോക്സിംഗ് പഠിക്കാൻ പറ്റുമോ?
ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ചേട്ടൻ എന്നെ കൈവിടരുത്. എന്നാ നീ എന്റെ കാല് പിടിക്കും. നിന്നെ ഞാൻ ശിഷ്യനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. പിടിച്ചോ. അയ്യോ, സംശയിക്കൊന്നും വേണ്ട. പിടിക്കും പിടിക്കും പിടിക്കും. പിടിക്കടാ. ഞാൻ ചേട്ടനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. എന്താ വിശേഷം വല്ലതും ഉണ്ടോ? ഇത് ഞാൻ ചേട്ടന് വേണ്ടി വാങ്ങിച്ചതാ. അത് വാങ്ങിച്ചപ്പോഴേ ഇത്രയും കുറവുണ്ടായിരുന്നു. അല്ല ഞാൻ നിനക്കെന്താ എന്നോട് ഇത്ര സ്നേഹം? ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഞാൻ പോണോ? വേണ്ട വേണ്ട, സംഗതി പരമരഹസ്യമായിരിക്കണം. എന്താ വല്ലവരും കൊല്ലണോ? ഏയ്, അതൊക്കെ പാപല്ലേ. പിന്നെ അതെ, എനിക്കൊരു കാര്യം അറിയണം. പറയുടെ കള്ള. ചേട്ടനും ഏലിയാമ്മ ചേട്ടത്തിയും ബന്ധപ്പെട്ടതും മറ്റും എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇത് കള്ളൻ. ഞാനും എന്റെ ഭാര്യയും ബന്ധപ്പെട്ടതെല്ലാം നിനക്ക് കേട്ട് രസിക്കണം. അല്ലേടാ നാറി? ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു. വിവാഹത്തിന് മുമ്പുള്ള ചേട്ടന്റെ സ്നേഹബന്ധത്തെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അല്ല മറ്റേ അത് പാവല്ലേ. അയ്യോ, അതായിരുന്നു. സോറി ജാക്സ, നിനക്ക് നൊണ്ടാ? ഒന്നുമില്ല, ചെറിയ വേദന പോലെ. നിനക്ക് എന്ത് സഹായം ചെയ്യാനും ഈ പൈലിച്ചേട്ട തയ്യാറാ. പോരെ? ഇതൊന്ന് പിടിച്ചോ. എന്തിനാ ഈ മുണ്ട് കുത്താനേടാ? അതിന് വേണ്ട, നടക്ക്. അതെ, ചേട്ടന്റെ വിവാഹം ഒരു ലവ് മാരേജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടത് സത്യമാണ്. നിന്റെ പ്രശ്നം എന്താ? അതേപോലെ ഒരു പ്രശ്നമാണ് എന്റേതും. ഈ മുഖവരി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് പറയാൻ വിഷമമാണെങ്കിൽ നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. പറയട്ടെ? അടുത്ത വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. അതല്ലേ നിന്റെ പ്രശ്നം? അയ്യോ, ഈ ചേട്ടനൊരു അപൂർവ സൃഷ്ടി തന്നെ. ചുമ്മാ അല്ല നോവൽ എഴുതുന്നത്. ചേട്ടാ, എങ്ങനെയെങ്കിലും ആ കുട്ടിയായിട്ട് എനിക്ക്. വീട്ടിൽ കുതിരയുണ്ടോ? ഇല്ല, വാങ്ങണോ? പശു ഉണ്ടല്ലോ, തൽക്കാലം അത് മതി. കാല് വേണ്ട. കൈയുടെ മസിലൊന്ന് പിടിച്ചേ. ഷർട്ട് നോക്കേ, വളരെ കുറവാണല്ലോ. പോരെ പോരെ പോരെ. ആ കൈയാണ്ടേ. കറക്റ്റ്. മസിലുകൾ കൊണ്ടേ സുന്ദരികളായ സ്ത്രീകളെ വശീകരിക്കാൻ കഴിയുമെന്ന് ഇംഗ്ലീഷിൽ ഒരു ശ്ലോകമുണ്ട്, ഷേക്സ്പിയർ എഴുതിയത്. ഞാൻ പറഞ്ഞു വന്നത്, ശരപഞ്ചരം എന്നൊരു സിനിമ നീ കണ്ടിട്ടുണ്ടോ? 4 പ്രാവശ്യം. ആ സിനിമയിൽ കുതിരയെ എണ്ണ തേക്കുന്ന ജയനെ നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ജയന്റെ ആ മസിൽ കണ്ടാണ് സുന്ദരിയായ നായികയ്ക്ക് കാമം വന്നത്. അപ്പോ മനസ്സിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ വേറെ ഫുൾ ബോട്ടിലാണ് ഈ സുലൈമാനിക്ക കേട്ടോ. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ കാര്യം ഞാൻ ഏറ്റു. പ്രേമിക്കാൻ പോകുന്നവൻ ആദ്യം പഠിക്കേണ്ടത് പെണ്ണിന്റെ ഫിലോസഫിയാണ്. അല്ലക്ക, ഈ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു ഫിലോസഫി ഉണ്ടോ? ഇല്ലല്ലേ? എന്നാ ഫിലോസഫി ആവില്ല. അതേമാതിരി എന്തോ ഒരു വാക്കാണിത്. ബയോളജി ആണോ? ബയോളജി അല്ല, എനിക്കറിയാം. സൈക്കോളജി, സ്ത്രീയുടെ സൈക്കോളജി. അതെന്തൊക്ക? അതും അറിഞ്ഞൂടെ? തനിക്ക് അല്പം പോലും ജനറൽ നോളജ് ഇല്ലല്ലോ. എടോ, അമ്മച്ചി പറയുന്നതും കേട്ട് അടുക്കള കഴിഞ്ഞുകൂടിയാലേ ഇതൊന്നും കിട്ടൂല കേട്ടോ. ഇതൊക്കെ എന്നെപ്പോലെ ലോകപരിജ്ഞാനമുള്ള ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ മാത്രമേ ഈ ജനറൽ നോളജ് എന്ന് പറയുന്ന സാധനം കിട്ടൂ. മനസ്സിലായോ? നീ അവളുടെ മുഖത്ത് നോക്കി സർവ്വ അംഗങ്ങളും വർണ്ണിക്കണം. മുഖത്ത് നോക്കാനും വർണ്ണിക്കാനും സൗകര്യപൂർവ്വം കിട്ടണ്ടേ? നോ, ഡയറക്റ്റ് ആയിട്ട് പ്രേമിക്കാനുള്ള ഗട്സ് നിനക്കില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രേമിച്ചാൽ മതി. നീലാമ്പൽ പൂവിതളായി നിന്നിഴിനാളം രാപ്പാടും കിളിനാദം നിൻമൊഴിയായി. നീലാമ്പൽ പൂവിതളായി നിന്നിനാളം
പാടും കിളിനാദം നിൻമൊഴിയാ പൊന്മാനുണരും നിൻവദനം കോമളരാവിൻ തിങ്കൾ കല പോലെ രാഗമയീ പുലരാ പുലരും നിലവിൽ സ്വപ്നം കാണും നീലാമ്പൽ പൂവിതളാ നിമ്മിനാളം മധുവായി അറിയാ പൊരുളായി കാണാൻ തുടിക്കേ നീ എന്റെ മാറിൽ മലരായി മധുവായി അറിയാ പൊരുളായി ശോഷന്ന പൂനിറം തേടും അരയെന്ന തേടതന്നഴകി ശോഷന്ന പൂനിറം തേടും അരയെന്ന തേടതന്നഴകി നിൻ പൂമേനി എന്നോമലേ എന്താവുലയും താളം നീലാമ്പൽ പൂവിതളായി നിന്നിനാളം പാടും കിളിനാദം നിൻമൊഴിയാ മിണ്ടാൻ കൊതിക്കേ മിഴിയൊന്നിടഞ്ഞു പനിനീർ മഴകൻ കുളിരായി മനമാകെ മിണ്ടാൻ കൊതിക്കേ മിഴിയൊന്നിടഞ്ഞു പനിനീർ മഴകൻ കുളിരായി മനമാകെ മോഹപ്പൊൻ വേലിയിൽ പോലും തളിരായ തളിരെല്ലാം പൂത്തു മോഹപ്പൊൻ വേലിയിൽ പോലും തളിരായ തളിരെല്ലാം പൂത്തു നിൻ പുതുമോടി ആരോമലേ എന്നുള്ളുലയും ചന്തം നീലാമ്പൽ പൂവിതളായി നിമ്മിഴിനാളം പാടും കിളിനാദം നിൻമൊഴിയാ പൊന്മാനുണരും നിൻവദനം കോമളരാവിൻ തിങ്കൾ കല പോലെ രാഗമയീ പുലരാ പുലരും നിലവിൽ സ്വപ്നം കാണും നീലാമ്പൽ പൂവിതളായി നിമ്മിഴിനാളം കർത്താവേ, ഈ ഇരിക്കുന്ന പ്രിൻസി ജോൺ എന്ന സുന്ദരിയും ബുദ്ധിമതിയുമായ പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു. ഈ നിമിഷം വേണമെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാണ്. എന്റെ പേര് റോയി ഫിലിപ്പ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. വയസ്സ് 26. BA വരെ പഠിച്ചിട്ടുണ്ട്. തൊഴിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും ജീവിക്കാനുള്ള വക അപ്പച്ചൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
കുട്ടി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. ഉറപ്പാണോ? അതെ. കുട്ടിയെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. അതെങ്ങനെ കുട്ടിക്കറിയാനാവും? സൗന്ദര്യബോധമില്ലാത്ത റബ്ബർ ക്രിസ്ത്യാനികൾ മനോഹരമായി പൂങ്കാവനങ്ങൾ വെട്ടിമാറ്റി റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാ സൗന്ദര്യബോധം ഉണ്ടാവുക? നിങ്ങൾ രണ്ടുപേരും രാത്രി 8 മണിയാവുമ്പോൾ വീടിന്റെ പുറകുവശത്തോട് കടന്ന് അപ്സ്റ്റേറിൽ സ്ഥാനം പിടിച്ചിരിക്കണം. കരോൾ നടക്കുന്ന സമയത്ത് സ്ഫോടനം ഉണ്ടാക്കേണ്ട കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു. നമ്മളെല്ലാവരും കരോളിന്റെ കൂടെ പോകുന്നു. ഓക്കെ? ശരി. അവൾ എങ്ങോട്ടോ യാത്രയാണ്. ഇപ്പൊ അവളെ ഫോളോ ചെയ്താൽ ഒരുപക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടിയേക്കാൾ റിസ്ക് കുറവായിരിക്കും. ശരിയാണ്. ഒരുപക്ഷെ ഇന്നവൾ തിരിച്ചു വന്നില്ലെങ്കിലോ? കറക്റ്റ്. പാവം പേടിച്ച് വരണ്ടുപോയി. കൂട്ടുകാരികളില്ലാത്തോണ്ടാവും. പേടിക്കണ്ട. 2 ആഗ്രഹം മാത്രം. അത് സാധിച്ചു കഴിഞ്ഞാൽ മിസ് കേരളയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാം. നീയും നിന്റെ കൂട്ടുകാരികളും ചേർന്ന് ഞങ്ങളെ തല്ലുകൊള്ളിച്ചു, മാനക്കേടാക്കി. പക്ഷേ ആ നഷ്ടം ഇന്നിവിടെ തീരുകയാണ്. അനുഭവിക്കാത്ത ആ കിസിന്റെ സുഖം ഞങ്ങളിന്ന് നിന്നിൽ നിന്ന് അനുഭവിക്കുന്നു. പിന്നെ കേരളത്തിന്റെ സൗന്ദര്യറാണിയുമായി ആടിപ്പാടി ഈ ക്രിസ്മസ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നു. ഓക്കെ? എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല. ഇന്നൽപ്പം കഴിച്ചേ പറ്റൂ.
കൗമാരത്തിലെ ഒരു യാത്രയിൽ ഞാൻ കണ്ട സുന്ദരി. നീ ആരാണ്? നിന്റെ പേരെന്താണ്? നിന്റെ വീടെവിടെയാണ്? നിന്നെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടുകയില്ലെന്നും അറിയാം. എങ്കിലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ നൽകി ഒരു കടൽക്കാക്കയെ പോലെ പറന്നു പറന്നു പോയ സുന്ദരി, നിനക്ക് ഞാനൊരു പേരിടുന്നു, സുന്ദരിക്കാക്ക. പോസ്റ്റ്മാൻ, അയ്യോ എന്റെ അമ്മേ! അവളെ ഇപ്പോ വീട്ടുകാർ അന്വേഷിക്കുന്നുണ്ടാവും. ഇനിയും വൈകിയാൽ അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തേക്കാം. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളാവും. അതിനു മുമ്പ് അവളെ വിടുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഈ സംഭവം അവൾ വീട്ടിൽ പറയില്ലേ? പിന്നെ അവളിവിടെ പാർട്ടിക്കാണോ ഉദ്ദേശം? എന്നല്ല, അവൾ പറയാതിരിക്കാൻ നമ്മളൊരു മാർഗം കണ്ടെത്തണം. ഇല്ല, ഈ സംഭവം അവൾ പുറത്ത് പറയില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ വാ. നിനക്കുള്ള ശിക്ഷ തൽക്കാലം ഞങ്ങൾ മതിയാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, ഈ സംഭവം മറ്റാരും അറിയാൻ ഇടയാവരുത്. അറിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നീ ഇനിയും പലതും അനുഭവിക്കേണ്ടി വരും. ഒരു ദിവസം കൂടി ഞാനിവിടെ താമസിച്ചോട്ടെ? നിന്നെ വീട്ടുകാർ അന്വേഷിക്കില്ലേ? ഇല്ല, ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലാണെന്നേ അവർ വിചാരിക്കൂ. നോ, എത്രയും വേഗം ഇവിടുന്ന് പോണം. ഈ വീടിന്റെ ഉടമസ്ഥനെത്തുന്നതിന് മുമ്പ്. ആരാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ? അതൊന്നും നീ അറിയണ്ട.
ഇത് കാളമുറി ജംഗ്ഷനാണ്. ഇവിടെ നേരെ പോയാൽ കാഞ്ഞിരപ്പള്ളിയിലെത്താം. പിന്നെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? I liked him. Who's that man? Meant a lot of things to me. സന്ദർശനം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി, വാക്കുകളിൽ ഒതുങ്ങാത്ത അളവറ്റ സ്നേഹവുമായി എന്റെ മനസ്സിൽ ചിന്തകൾ കൂടുകൂട്ടിയിരിക്കുന്നു. ഒരു യുഗം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രണയ സ്വപ്നങ്ങളുമായി ഒരു ദിവസം ഞാൻ വരും നിന്നെ കാണാനായി. പ്രവചനം അസാധ്യമായ ആ സംഗമ മുഹൂർത്തത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. അതുവരെ ഞാൻ അജ്ഞാതനായിരിക്കും. ഈ നാപ്കിൻ എവിടെ കണ്ടാലും എടുക്കാൻ മറക്കരുത്. അതിൽ നിനക്കായി ഒരു സന്ദേശം ഉണ്ടാകും എന്ന് സ്വന്തം അജ്ഞാത കാമുകൻ. പഞ്ചേട്ടാ ഒന്നേ, പഞ്ചേട്ടാ, ചേട്ടാ ഒന്ന് നിന്നേ. ചേട്ടാ ഒന്ന് നിൽക്കാൻ. ഞാൻ ചേട്ടനെ തിരക്കി എവിടെയല്ല നടന്നെന്നറിയോ? എന്താ, നിന്നെ ആരെങ്കിലും മരിച്ചോ? നമ്മുടെ മിസ് കേരളയ്ക്ക്. നമ്മുടെ വേണ്ട, നിന്റെ മിസ് കേരളയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അപ്പോഴേക്കും ചേട്ടൻ അറിഞ്ഞ? അറിഞ്ഞു. അസുലഭമായ മുഹൂർത്തം, പ്രണയ ചരിത്രത്തിൽ പോലും ദുർലഭമായ കൊച്ചു മുഹൂർത്തം. നീ ഭാഗ്യവാനാടാ. ഇതിലവൾ വീഴും. വീഴോ? പിന്നെ എന്നാ ചേട്ടൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വാ, എന്റെ ആയതേ ഉള്ളൂ. നോക്കട്ടെ. ഇത് നമ്മുടെ സ്വന്തം കടയല്ലേ, ഇപ്പൊ ഇത് കൊടുക്കാം, ബാക്കി നാളെ കൊടുക്കാലോ. നീ തന്നെ കൊടുത്തോളൂ കേട്ടോ. 16-ാമത്തെ വയസ്സിൽ
ഞാൻ എഴുതിയ ഒരു പ്രണയകഥയുണ്ട്. അതിലെ നായകനാണ് പാപ്പച്ചൻ. നിന്നെ പോലെ പാവം പാപ്പച്ചൻ. അയൽവക്കത്തെ സുന്ദരിയായ കൊച്ചുത്രേസിയെ കിട്ടിയില്ലെങ്കിൽ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പാപ്പച്ചൻ. നിന്നെ ഞാൻ ആ പാപ്പച്ചനാക്കും. ചാരായം തന്നെ സത്യം. വാ, നിന്റെ ഉള്ളിലേക്ക് വാ. വാ കുടിക്കാൻ. വെറുതെ കിട്ടിയ വിഷം അകത്താക്കും. നാണമില്ലാത്ത മനുഷ്യൻ. എന്റെ അപ്പൻ കുളിപ്പിച്ചത് മതിയടി. ഇനി ഞാൻ ഇവിടെ സുഖമായിട്ടൊന്ന് കിടന്നു ഒന്ന് ഉറങ്ങും. വെറുതെ ഇരിക്കൂ. അതെ, ഇത് ഏതടി സ്ഥലം? വൃന്ദാവനം. വൃന്ദാവനവും നന്ദകുമാരനും മനുഷ്യന് ജോലി ഉണ്ടാക്കാൻ. ചേട്ടനെ കുളിപ്പിച്ചു കൊടുക്കുന്നതും ചേച്ചിയാണ്. ഭാര്യമാർ ഭർത്താക്കന്മാരെ കുളിപ്പിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? കുളിപ്പിച്ച് കിടത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ? സോറി, എന്തെങ്കിലും ടോപ്പിക്ക് ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാനൊരു വളിപ്പ് പറഞ്ഞതാ. നീ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അവളെ ഈ അവസരത്തിൽ അല്ല, ഞാനിപ്പോ റൊമാൻറ്റിക് മൂഡിലല്ല. അവളുടെ കാല് മുറിച്ച് കളയാൻ വേണ്ടി ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഒറ്റക്കാലിയായ ഒരു പക്ഷേ നിന്നെ അവള് പ്രേമിച്ചേക്കും. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ഗേൾസുമായിട്ട് തന്നെ ലിങ്ക് ചെയ്ത് ഇങ്ങനെ കളിയാക്കൊണ്ടിരിക്കും. വരട്ടെ. ഉവ്വ് രണ്ട് കാല് പോയാലും അവള് നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കില്ല. അതിനൊക്കെ ഒരു കഴിവ് വേണം. എടേ ഏലിയാമ്മേ, നമ്മുടെ തുടക്കകാലത്ത് ഞാൻ നിനക്കൊരു കവിത എഴുതി തന്നത് ഓർമ്മയുണ്ടാ? എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങോട്ട് എണീക്കൂ. എനിക്ക് ഓർമ്മയുണ്ട്. കാറ്റു വന്നാൽ പടപട പൊട്ടും റബ്ബർ കായ. എഴുന്നേക്കൂ. ഒന്ന് വരൂ. ആത്മസഖി ഒന്നും പാടണ്ട, ഇങ്ങോട്ട് നടക്കൂ. വരിമാറി. ഹലോ, ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ സൂക്ഷിച്ച് ഓടിക്കണ്ടേ? സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ. കാലൊടിഞ്ഞത് നന്നായി. അല്ല, കാലിന്റെ ഒടിഞ്ഞുള്ളൂ. അതോ നന്നായി. ഫ്രാക്ചർ ഉണ്ടല്ലേ? കൂടെ ആരുമില്ലേ? അപ്പൂപ്പനുണ്ട്, താഴെ പോയിരിക്കുക. എന്താ ഇത്? ഇത് പിന്നെ ഇത് അല്ല, ഒന്നുമില്ല. ഇതിലെ 101 മെഴുകുതിരികളാ. പ്രിൻസിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ ആപത്തൊന്നും വരാതിരിക്കാൻ ഞാൻ ചെട്ടിക്കാട് പള്ളിയിലേക്ക് നേർച്ച നേർന്നതാ. അസുഖം ഭേദമായി കഴിയുമ്പോ പള്ളി പോണം. പുണ്യാളച്ചന്റെ മുമ്പിൽ ഈ മെഴുകുതിരികൾ കത്തിച്ചു വെക്കണം. ഇരിക്കൂ. താങ്ക് യു. വലിച്ചേട്ടാ, ഇവള് വീണെന്നാണ് തോന്നുന്നത്. ചേട്ടനെന്താ ഇവിടെ? ഒന്നുമില്ല, ഇവിടെ എന്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടല്ല, ഫ്രണ്ടിന്റെ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്ന. ഇന്നലെ മുതൽ മൂത്രത്തിന് ഭയങ്കര മഞ്ഞ നിറം. നീ എന്താ ഇവിടെ? ഞാനും മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വന്നതാ. ഇന്നലെ രാത്രി മുതൽ എന്റെ മൂത്രത്തിന് റെഡ് കളർ. അതിനെന്തിനാ ഓറഞ്ച് മുന്തിരിയൊക്കെ? മുന്തിരി മാർക്കറ്റിൽ ഇപ്പോ ഇതൊക്കെ വളരെ ചീപ്പല്ലേ? അപ്പൊ ചേട്ടൻ നിൽക്കല്ലേ, ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. നീ ഏതായാലും മൂത്രം ടെസ്റ്റ് ചെയ്യാനുള്ളതല്ലേ? ഇതേ ഞാൻ കൊണ്ടുപോയിക്കോളാം. അത് ചേട്ടൻ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടില്ല. നീ ചെല്ല്. വാ. ഞാൻ ഡോക്ടർ സുധീന്ദ്രനെ ഒന്ന് കാണാൻ വന്ന. 2-3 ദിവസമായിട്ട് വയറിന് നല്ല സുഖമില്ല. പിന്നെ ഡോക്ടർ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ദഹനക്കേടാണെന്ന് പറഞ്ഞാൽ നിക്സണും ജോൺസണും ഫീൽ ചെയ്യുന്നുള്ളത് ഞാൻ ഒളിച്ച് ഇവിടെ തന്നെ അങ്ങ് മാറി. മതി, നിനക്ക് ഭയങ്കര ദഹനക്കേടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മിസ്റ്റർ, ഇതൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള സ്ഥലമല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് രോഗികളെ ശുശ്രൂഷിക്കാനാണ്, അല്ലാതെ പ്രേമിക്കാനല്ല. അയ്യോ സിസ്റ്റർ, യു ആർ തറലി മിസ്റ്റേക്കൻ. ഞാൻ ഡോക്ടർ സുധീന്ദ്രന്റെ എവരുടെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ഫ്ലവേഴ്സ് കൊടുക്കാറുണ്ട്. അതിന് ഐ ലവ് യു എന്ന് എഴുതി കൊടുക്കും. അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല. ഇത് എന്റെ ബ്രദേഴ്സ് ആണ്, നിക്സൺ ജോൺസൺ. ഇവരുടെ വളരെ ക്ലോസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കേണ്ട. വരൂ ബ്രദേഴ്സ്. വീട്ടിൽ ചെന്ന് എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. കേസാണ്. വണ്ടി കഥയാണ് അതിന്റെ പറ്റി. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന്. വണ്ടി തൊട്ടടുത്ത്
നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവർ ഇത്തരം വിഡ്ഢിത്തരം കാട്ടിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം, റിയലി ഷെയിംഫുൾ ഐ സേ. മോൾ എന്ത് ആവശ്യത്തിനായി താഴേക്ക് പോയത്? ചോദിച്ചത് കേട്ടില്ലേ? അടുത്ത വീട്ടിൽ അമ്മച്ചി പാടാറുള്ള ആ പാട്ടില്ലേ, അത് ഞാൻ ഇവിടെ കേട്ടു. അമ്മച്ചി തന്നെയാണെന്ന് നോക്കാൻ പോയതാ. ആ പാട്ട് അതെങ്ങനെയാ ഇവിടെ കേൾക്കുന്നത്? കുട്ടിയെ നോക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ മുഴുവൻ കറങ്ങി നടന്നാലേ ഇതും സംഭവിക്കും, ഇതിന്റെ അപ്പുറം സംഭവിക്കും. നോക്കിയിരിക്കാൻ എന്താ, കൊച്ചു കുഞ്ഞാണോ? എന്നാ നീ എടുത്ത് മടിയിൽ വെച്ചോ. മോക്ക് ചായ വേണമായിരിക്കും, അപ്പൂപ്പൻ പോയി വാങ്ങിക്കൊണ്ട് വരാം. നിക്കവിടെ, ഞാനും വരാം, എനിക്ക് കുടിക്കലൊരു ചായ. സുഖവിവരങ്ങൾ ദിവസവും അറിയുന്നുണ്ട്. കൂടെ നിന്ന് പരിചരിക്കാനുള്ള അതിയായ ആഗ്രഹത്തെ ഞാൻ സ്വയം കടിഞ്ഞാണിടുന്നു. എത്രയും വേഗം സുഖം പ്രാപിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കാമുകനാവാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. ഒരു ഗൗരവക്കാരൻ റൗഡിയെ പോലെ ഇരിക്കുന്നു. നോ, അജ്ഞാതന്റെ ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. തന്റെ നോട്ടം തന്നെ ശരിയില്ല. ഒരു സ്നേഹമില്ലാത്ത മനുഷ്യൻ തന്നോടൊപ്പം എങ്ങനെ ജീവിക്കാനാ? ഭാര്യ അടിമയായിട്ടേ താൻ കാണും. ഛേ, കണ്ടിട്ടൊരു ജീനിയസിനെ പോലെയുണ്ട്. താടിയും വേഷമൊക്കെ ഒരു കലാകാരൻ്റെതാ. മുഖം പറയുന്നുണ്ട് ഒരു നിഷ്കളങ്കനാണെന്ന്. സുന്ദരനല്ലെങ്കിലും എനിക്കിഷ്ടായി. നിങ്ങളെ എന്നെ അജ്ഞാത കാമുകനാക്കി ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. നാളെ ഒരു ബന്ധുവിന്റെ കല്യാണമല്ലേ, ഞാനും അവിടെ ഉണ്ടാവും.
അല്പം മുൻപ് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഉദ്ദേശം അരമണിക്കൂർ മുമ്പ് ഒരു മൃഗഡോക്ടർ വന്നിരുന്നു. അയാൾ ക്രിസ്ത്യാനിയാണോ? എന്താ ആ മൃഗത്തെ ഇഷ്ടമായോ? അയാളൊരു പട്ടരാണ്. പ്യൂൺ മുതൽ കളക്ടർ വരെയുള്ള ഒന്നാം തരം സുന്ദരം ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടല്ലോ. അകത്തേക്ക് വരൂ, എല്ലാം കാണിച്ചു തരാം. ഭഗവാനെ, ഏതെങ്കിലും നടക്കണേ. അല്ല, വീട്ടിൽ രക്ഷകർത്താക്കൾ ആരുമില്ലേ? സാധാരണ അവരാണ് ഇവിടെ വരാറ് പതിവ്. സോറി. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഇന്നത്തെ പരിഷ്കൃത ലോകത്തിലെ രക്ഷകർത്താക്കളൊന്നും ഒരു പ്രശ്നമല്ല. രക്ഷിതാക്കളെ നിരുത്സാഹരായ ചിലപ്പോ പെൺകുട്ടികൾ തന്നെ ഇറങ്ങേണ്ടി വരും. അതിലൊരു തെറ്റുമില്ല. അതും പോയി. ഞാനിതാ ഈ മാരേജിനൊന്നും വരാത്തത്. എനിക്ക് ഈ ഗേൾസിനെ കാണുന്ന പോലും ഇഷ്ടമല്ല. സത്യനായക മുക്തിദായക. മഞ്ഞയും മഞ്ഞയും എന്നത്തെക്കാൾ നീ ഇന്ന് സുന്ദരിയായിരുന്നു. പക്ഷെ ആ കൂളിംഗ് ഗ്ലാസ് അത് വേണ്ട. വന്നല്ലോ. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി മോളെ കാത്തിരിക്കുകയായിരുന്നു. എന്താ പപ്പ? അമേരിക്കയിൽ നിന്ന് മമ്മി വിളിച്ചിരുന്നു. ഡാഡിയും മമ്മിയും ഈ മാസം 31-ാം തീയതി ഇവിടെ എത്തും. അതെയോ? അവരുടെ കൂടെ വരുന്നത് ആരാണെന്ന് അറിയാമോ? നിന്നെ കെട്ടാൻ പോകുന്നവനും അവന്റെ അപ്പച്ചനും അമ്മയ്ക്കും. എന്താ മോളെ, മുഖം പെട്ടെന്ന് വാടിയല്ലോ? ഒന്നുമില്ല. കല്യാണം കഴിക്കാന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് സന്തോഷം തന്നെയാ. പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോ ചെറിയൊരു പേടി തോന്നും. അങ്ങനെ ഒരു പേടി നിനക്കുണ്ടായിട്ടുണ്ടോ? നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഈ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടമേ ഞാൻ നോക്കിയുള്ളൂ. ഗുരുവായൂർ കേശവൻ മതിച്ചു വരും പോലെയുള്ള നിന്റെ ആ വരവ് കണ്ടപ്പോ തന്നെ എന്റെ ഗ്യാസ് അങ്ങ് പോയി. ഒരു ഗ്ലാസ് ചായ കൊണ്ട് എന്റെ മുമ്പേ ഒരു വയ്ക്കലും കുലുങ്ങിത്തിരിഞ്ഞൊരു പോക്കും. സത്യം പറഞ്ഞ നിന്റെ ഈ മുഖം ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ല. പേടിച്ചു കുഞ്ഞിരുന്നുകൊണ്ടേ ഈ തിരുമുഖം എനിക്കും കാണാൻ പറ്റിയില്ല. അജ്ഞാത, പ്രശ്നം ഗുരുതരമായിരിക്കുന്നു. പ്രത്യക്ഷപ്പെടാൻ സമയമായി. ഇനിയും ഒളിച്ചു നടക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞേക്കാം. പ്രിൻസി ജോൺ ഒരു രഹസ്യാന്വേഷകയാവേണ്ടി വരും. കല്യാണം എത്രയും വേഗം നടത്തിയ അത്രയും നല്ലത്.
ഞങ്ങൾക്കല്ല ഈ മാസം തന്നെ തിരിച്ചു പോകേണ്ടതുമാണ്. അതിനെന്താ, മനസ്സമ്മതം കഴിഞ്ഞ് ഏറ്റവും അടുത്ത ഒരു ദിവസം നോക്കി നമുക്ക് കല്യാണമൊക്കെ നടത്തി കളയാം. തിരക്ക് കൂട്ടിയിട്ട് ചടങ്ങുകളൊന്നും നടക്കാതെ വരരുത്. ചടങ്ങുകൾക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. ആ, ഞാൻ ഇപ്പൊ തന്നെ പോയി അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ ആ കൊടയൊന്നിങ്ങെടുത്തേ. ആ, കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചെങ്കിലും പ്രിൻസിയുടെ അഭിപ്രായം അറിഞ്ഞില്ല. ഞങ്ങൾ ഡാഡിയും മമ്മിയും തീരുമാനിച്ച വിവാഹം എന്റെ മോൾക്ക് സമ്മതം തന്നെ. മോളെ, ജോസഫ് അങ്കിളിന്റെയും ആലീസ് ആന്റിയുടെയും ഏക മകനാണ് പീറ്റർ. നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്താ, മോൾക്കും സമ്മതമല്ലേ? ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? വാ, ഇരിക്കും മോളെ. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്ങോട്ടാ? എന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഇന്ന് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. അത് പിന്നൊരു ദിവസം പോകാം. ഇന്ന് നിന്റെ മനസ്സമ്മതം നിശ്ചയിക്കുന്ന ദിവസമാണ്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ കാത്തിരിക്കും. അത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞില്ലേ? എന്താ ജോണേ ഇത്? അവര് കാത്തിരിക്കുമെങ്കിൽ അവള് പൊയ്ക്കോട്ടെ. ആ, ലഞ്ചിന് മുമ്പ് ഇവിടെ എത്തണം. ഈ അഡ്രസ്സിലുള്ള വീട് ആരുടേതാണെന്നറിയാമോ? എന്താ നോക്കുന്നത്? ഈ നിൽക്കുന്ന മനുഷ്യശ്രീ തന്നെയാണോ നോക്കിയതാ? പ്രേതങ്ങൾക്ക് എഴുത്തു വരുന്ന വീടായത്. ഞാൻ അന്വേഷിക്കുന്നത് ഈ എഴുത്തയക്കുന്ന ആളിനെയാ. ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. വല്ല സ്വർഗത്തിലോ നരകത്തിലോ പോയി അന്വേഷിക്കുന്ന നല്ലത്. അല്ല, ഈ വീട്ടിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞുതരോ? ഇതിലെ നേരെ പോവുക. ഉദ്ദേശം 1 കിലോമീറ്റർ പോയി കഴിയുമ്പോ ഒരു ജംഗ്ഷൻ കാണും. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. ജനവാസമില്ലാത്ത ആ പ്രദേശത്തിലൂടെ ഉദ്ദേശം 2 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു റബ്ബർ തോട്ടത്തിലേക്കുള്ള ഗേറ്റ് കാണും. ആ ഗേറ്റ് കടന്ന് നേരെ അങ്ങ് പോയാൽ കാണുന്നതാണ് കുട്ടി അന്വേഷിക്കുന്ന പ്രേതാലയം. ഏ പോസ്റ്റ്മാൻ, ഈ എഴുത്തെഴുതുന്നത് ആശുപത്രിയിൽ നിന്നാണ്. ഇന്നലെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. നിസ്സാരമാണെങ്കിലും മരണത്തിന്റെ ഭീകരമുഖത്തെ ഞാൻ ആദ്യമായി കണ്ടു. തിരുവാങ്കുളം. കഴിഞ്ഞ 29-ാം തീയതി ആക്സിഡന്റ് ആയിട്ട് ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? പേരെന്താ? പേരറിയില്ല. അഡ്രസ് അറിയില്ലേ?
അതും അറിയില്ല. എത്ര വയസ്സുള്ള ആളാ? കറക്റ്റായിട്ട് അറിയില്ല. ചെറുപ്പക്കാരനായിരിക്കും. ആളെ നിങ്ങൾക്ക് തന്നെ നിശ്ചയമില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? 29-ാം തീയതി ഒരുപാട് ആൾക്കാർ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പോയി 3-ാം വാർഡിൽ നോക്ക്. ഇനിയിപ്പോ മഷിനോട്ടം കൂടെ തുടങ്ങണമെന്നാ തോന്നുന്നേ. എന്താ? ഒന്നുമില്ല, ഞാൻ മറ്റൊരാളാണെന്ന് ധരിച്ചു. വക്കീൽ സാറിനെയാണോ നോക്കുന്നത്? വക്കീൽ സാറേ, വക്കീൽ സാറേ, ദേ ആരോ കാണാൻ വന്നിരിക്കുന്നു. കുട്ടി ഏതാ? സോറി, ഞാൻ ഉദ്ദേശിച്ച ആളല്ല. വലിഞ്ഞു കയറി വരും ഓരോ നാശങ്ങള്. കുട്ടിയെ കാണുന്നില്ലല്ലോ. മോൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് പോവുക, പാതിരയാവുമ്പോ കേറി വരിക. എന്താ ഇതൊക്കെ? അപ്പൂപ്പ, എന്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. അവളെ കാണാൻ പോയതാ. എവിടെ പോയാലും പെൺകുട്ടികൾ രാത്രിയാവും മുമ്പ് വീട്ടിലെത്തിയിരിക്കണം. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എന്റെ ഒരു കൂട്ടുകാരി ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ ഉണ്ടെന്നറിഞ്ഞു. എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് പല ഹോസ്പിറ്റലും തിരക്കേണ്ടി വന്നു. അതാ വൈകിയത്. നീ ഇന്നൊരു കൊച്ചുകുട്ടിയല്ല, വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നിന്നെ കെട്ടാൻ പോകുന്നവനും അവന്റെ ഡാഡിയും മമ്മിയും ഒക്കെ വെറും വിഡ്ഢികളാണെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവരുടെ മുമ്പിൽ വെച്ച് തന്നെ രാത്രിയൊന്നും പകലൊന്നുമില്ല ചുറ്റി നടക്കുക, അനുസരണയില്ലാതെ പെരുമാറുക. ഇപ്പൊ തന്നെ അവർക്ക് നിന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഞാൻ തന്നെ പറയണോ? അവരെല്ലാം പാശ്ചാത്യ സംസ്കാരം കണ്ടു വളർന്നവരാണ്. അല്പം ചിലതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചേക്കും. പക്ഷേ രാത്രിയിൽ കറങ്ങി നടക്കുന്ന സ്ത്രീകളെ കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായമില്ല. ഞാൻ കാണണമെന്ന് പറഞ്ഞത് പീറ്ററിനോട് ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ്. ഞായറാഴ്ച നമ്മുടെ മനസ്സമ്മതമല്ലേ? ഈ വിവാഹം പീറ്ററിന് ഇഷ്ടമല്ലെന്ന് ഡാഡിയോട് പറയണം. പ്രിൻസി എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നു. അയാളെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാനാവൂ. പക്ഷേ ഈ വിവരം ഡാഡിയോട് തുറന്നു പറയാൻ ഇനിയും സമയമായിട്ടില്ല. കാരണം ഞാൻ സ്നേഹിക്കുന്ന ആളെ ഇതുവരെ കണ്ടിട്ടില്ല. അയാൾ ആരാണെന്നോ എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. പ്രിൻസിയുടെ ഇഷ്ടം പോലെ ആരെ വേണേലും വിവാഹം കഴിച്ചോളൂ. പക്ഷെ എന്നോട് ആവശ്യപ്പെട്ട സഹായം, ഐ എം സോറി, പ്രിൻസിയുടെ ഡാഡിയോട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഞാനും പ്രിൻസിയും അറിയുന്നതിനേക്കാൾ വളരെ മുമ്പ് തന്നെ നമ്മുടെ പേരൻസ് ഈ വിവാഹം തീരുമാനിച്ചതാണ്. മകളുടെ ഭാവി ഭർത്താവെന്ന നിലയിൽ എനിക്ക് വേണ്ടി പ്രിൻസിയുടെ ഡാഡി ഒരുപാട് സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പ്രിൻസിയെ കണ്ട് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ പോലും ഈ വിവാഹം നിരസിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. പ്രിൻസിയുടെ ആഗ്രഹം നടക്കണമെങ്കിൽ എത്രയും വേഗം അജ്ഞാതനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് സാധ്യമാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പ്രിൻസിയുടെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടുന്നതുവരെ അതിന് സമയമുണ്ട്. എല്ലാ ചടങ്ങുകളും നിശ്ചയിച്ചതുപോലെ നടക്കും.
ഈ വിവരം നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയില്ല. ഓൾ ദി ബെസ്റ്റ്. കത്തോലിക്ക തിരുസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ഞങ്ങൾ പരസ്പരം സന്തോഷത്തിലും സന്താപത്തിലും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണെന്ന് സമ്മതിച്ചുകൊള്ളുന്നു. മനസമ്മതം കഴിഞ്ഞുവല്ലേ? പക്ഷേ ഈ അജ്ഞാത കാമുകന്റെ മനസ്സിൽ എന്നെന്നും സുന്ദരിക്കാക്ക കാമുകി തന്നെയായിരിക്കും. നിന്റെ ഫ്രണ്ട്സുകൾക്കുള്ള ഇൻവിറ്റേഷൻ എല്ലാം വേഗം എഴുതിക്കോളൂ. ആ ഡ്രൈവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ അമേരിക്കയിലേക്ക് അയക്കാനുള്ളതല്ലേ? അതെ, ഞാൻ പോസ്റ്റ് ചെയ്തോളാം. കുറച്ച് കഴിഞ്ഞ് പുറത്തു പോകുന്നുണ്ട്. നീ ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യണം. മറക്കരുത്. കല്യാണത്തിന് കുറച്ച് ദിവസമേ ഉള്ളൂ. ആ. ഏപ്രിൽ 16 എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എത്രയും വേഗം അജ്ഞാതനെ എനിക്ക് കാണണം. വരുമെന്ന പ്രതീക്ഷയുമായി അവസാന സമയം വരെ ഞാൻ കാത്തിരിക്കും. 16-ാം തീയതി പിറക്കുന്നതിന് മുൻപ് രാത്രി 12 മണിയാവുമ്പോൾ ഗേറ്റിലേക്ക് നോക്കി വീടിന്റെ ഏറ്റവും മുകളിൽ ഞാൻ നിൽക്കുന്നുണ്ടാവും. ആദ്യത്തെ പ്രതീക്ഷ തകരുകയാണെങ്കിൽ പള്ളിയിലേക്ക് പുറപ്പെടാനുള്ള സമയം 10 മണി മുഴങ്ങുമ്പോൾ വീണ്ടും പ്രതീക്ഷയോടെ ഞാൻ ഫോണിനരികിലുണ്ടാവും. നിരാശയാണ് ഫലമെങ്കിൽ അവസാനത്തെ പ്രതീക്ഷയുമായി ഞാൻ പള്ളിയിലെത്തുമ്പോൾ മണിമേടയ്ക്ക് താഴെ എന്നെ കാത്തു നിൽക്കുന്ന അജ്ഞാതനെ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കും.
കഴിക്കൂ. പത്ത് വരെ ഞാൻ എണ്ണും. അതിനകം അജ്ഞാതൻ ഇങ്ങോട്ട് കയറി വന്നില്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്ന് ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും. 1 2 3 4 5 6 7 8 9. എന്റെ കൗമാര സ്വപ്നങ്ങളിൽ ആദ്യാനുരാഗത്തിന്റെ ആത്മഹർഷങ്ങളുമായി പറന്നെത്തിയ സങ്കല്പകാമുകി നിലാവിലൂടെ, നിഴലിലൂടെ, നിതാന്ത നിശബ്ദതയിലൂടെ നിന്നെ ഞാൻ അറിഞ്ഞു. ഒരിക്കലും ഒന്നുചേരില്ലെന്നറിഞ്ഞിട്ടും ഏകാന്തതയ്ക്കൊരു കൂട്ടായി, ആത്മാവിലൊരു മധുര നൊമ്പരമായി നീ എന്റെ ഏകാന്ത ജീവിതത്തിലെ വിരുന്നുകാരിയായി. പക്ഷേ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളും സ്വപ്നങ്ങളും ഒരു അനശ്വര ബന്ധത്തിന്റെ അവർണ്ണനീയ ഭാവങ്ങളായി മാറിയപ്പോൾ നിന്റെ അഭാവം എനിക്കെല്ലാത്തിൻ്റെയും അഭാവമായി അനുഭവപ്പെട്ടു. ആ നഷ്ടവസന്തത്തിന്റെ വർണ്ണവും സുഗന്ധവും നീ ഇന്ന് തിരിച്ചു നൽകാനെത്തിയപ്പോൾ ഞാനൊരു വൈദികനായി കഴിഞ്ഞിരുന്നു. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ച ആ ദിവ്യാനുരാഗം നിന്നിൽ അർപ്പിക്കാൻ കഴിയാതെ എന്നും മകന്നു കഴിയേണ്ടി വന്ന എന്റെ ആത്മദുഃഖം എന്നൊരു അജ്ഞാത കാമുകനാക്കി. സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ഈ ദിവ്യാനുരാഗം പറുദീസയിൽ ഒരു പനിനീർ പൂവായി വീണ്ടും വിടരുമ്പോൾ ഇരു കൈകളിൽ നീട്ടി അത് ഏറ്റുവാങ്ങാൻ ഞാൻ നിറകണ്ണുകളോടെ കാത്തിരിക്കും.